ശ്രീ വി പി ശ്രീപത്മനാഭൻ ഇവിടെ സൂചിപ്പിച്ച ഡോക്യുമെന്റ്, അതായത് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഡീൻ കുര്യാക്കോസിന്റെ ചോദ്യത്തിന് മറുപടിയായി വിവിധ സംസ്ഥാനങ്ങൾ ആശാ വർക്കർമാർക്ക് വേണ്ടി മുടക്കുന്ന പണത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതിലിപ്പോൾ കേരളം, സിക്കിം പോലെയുള്ള സംസ്ഥാനങ്ങൾ 6000-ന് മുകളിൽ മുടക്കുമ്പോൾ നോക്കൂ, ഇപ്പോൾ ഗുജറാത്ത് പ്രധാനമന്ത്രിയുടെ സ്വന്തം സംസ്ഥാനം, അവിടെ ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഇൻസെന്റീവിന് പുറമെ ആ ഇൻസെന്റീവിന്റെ 50% സംസ്ഥാന സർക്കാർ കൂടി കൊടുക്കും. വളരെ തുച്ഛമായ തുകയാണ്. ഉത്തർപ്രദേശ് നോക്കൂ, ഈ സെൻട്രൽ ഇൻസെന്റീവിന്റെ കൂടെ പിന്നെ ഒരു 1500 രൂപ ആ സംസ്ഥാനം കൊടുക്കും. അപ്പോൾ അങ്ങനെയൊക്കെ ഇപ്പോൾ ഇന്ത്യയിലെ വലിയ സംസ്ഥാനങ്ങളുടെയൊക്കെ കാര്യം പരിഗണിച്ചാൽ കേരളം ഇക്കാര്യത്തിൽ നമ്പർ 1 ആണോ 2 ആണോ എന്നുള്ള തർക്കം അവിടെ നിൽക്കട്ടെ, ബെറ്ററാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ഇതിപ്പോൾ രാജ്യവ്യാപകമായ പ്രശ്നമാണ്. ആശാ വർക്കർമാർ കൂടുതൽ വേതനം അർഹിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ലല്ലോ. എന്തുകൊണ്ടാണ് ഈ കേന്ദ്രത്തിന്റെ ഫിക്സഡ് ഇൻസെന്റീവ് ഉയർത്തി മാന്യമായൊരു തുക ഇൻസെന്റീവ് ബാക്കി സംസ്ഥാനങ്ങൾ മുടക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് പോവാത്തത്? അല്ല, അത് ഞാനിപ്പം അതിൻ്റെ ബഡ്ജറ്റ് അലോക്കേഷനെ പറ്റി പറയാം. 2024 തെരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടായിരുന്ന NHMന്റെ ബഡ്ജറ്റ് അലോക്കേഷൻ 36,000 കോടി രൂപയാണ്. അത് ഇലക്ഷൻ കഴിഞ്ഞ് ജൂലൈ ബഡ്ജറ്റ്. 2025 ഫെബ്രുവരി മാസം 1-ാം തീയതി ബഡ്ജറ്റിൽ അത് 37,226.92 കോടി രൂപയാണ്. അപ്പോൾ ഇതാണ് ടോട്ടൽ അലോക്കേഷൻ. ആ ടോട്ടൽ അലോക്കേഷനിൽ നിന്നും ഓരോ സംസ്ഥാനത്തിന് ആവശ്യമായ തുക എത്രയാണ് എന്ന് ആ സംസ്ഥാനത്തിൻ്റെ റിക്വയർമെൻറ്റ് പോസ്റ്റ് ബൈ ദി സ്റ്റേറ്റ്സ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മിനി പറഞ്ഞല്ലോ ഡീൻ കുര്യാക്കോസിൻ്റെ ചോദ്യം. ആ ചോദ്യം 7/2/25 വീണ്ടും ആവർത്തിച്ചിരുന്നു ജി കുമാരൻ നായക് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ കർണാടകയിലെ രായ്ചൂർ എന്നുള്ള MP-യുടെ. അപ്പോൾ അന്നും അതാ മറുപടി കൊടുത്തത്. ഓരോ സംസ്ഥാനവും ആവശ്യപ്പെടുക, അതായത് അവരുടെ റിക്വയർമെൻറ്റ് പോസ്റ്റ്, ആ വാക്കതാണ്, അവർ പറഞ്ഞതനുസരിച്ചുള്ള തുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ നിശ്ചയിച്ചിട്ട് അതിൻ്റെ 60% കേന്ദ്രം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ഈ ഓരോ സംസ്ഥാനത്തിന് എത്ര തുക വേണമെന്ന് രണ്ട് കൂട്ടരും കൂടി ചർച്ച ചെയ്തിട്ടാണ് നിശ്ചയിക്കുന്നത്. ഞങ്ങൾക്ക് ഇത്ര ആശാ വർക്കർമാരുണ്ട്, ഇത്ര അങ്കണവാടിയുണ്ട്, ഞങ്ങളുടെ മറ്റ് ചെലവുകൾ ഇത്രയാണ്, അപ്പോൾ അത് ഏതാണ്ട് ഇത്രയാണെന്ന് കണ്ടെത്തി അതിൻ്റെ 60%. ഇപ്പോൾ ഈ ടോട്ടൽ ബഡ്ജറ്റ് അലോക്കേഷൻ ഉയർത്തണോ എന്നാണ് അഭിലാഷിൻ്റെ ചോദ്യമെങ്കിൽ ഉയർത്തണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം, BJPയുടെ അഭിപ്രായം. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അടിസ്ഥാനപരമായ ആരോഗ്യ പ്രവർത്തനം നടത്തുന്ന ആശാ വർക്കർമാരുടെ സേവന വേതന വ്യവസ്ഥകളിൽ മാറ്റം വരുത്തണം. അത് കാലാനുസൃതമായി പരിഷ്കരിക്കണം. ഇന്ന് കൊടുക്കുന്നതിൽ നിന്നും വളരെ കൂടുതൽ കൊടുക്കാൻ സാധിക്കണം. ആന്ധ്രാപ്രദേശ് ഇപ്പോൾ ഇവർ പറഞ്ഞ ഇന്നും മന്ത്രിയും അത് പറഞ്ഞിട്ടില്ല. ഇവരിങ്ങനെ നുണ പറയരുത്. എനിക്ക് മിനി പറഞ്ഞ അതേ അഭിപ്രായം. ആന്ധ്രാപ്രദേശ് 10,000 രൂപ കൊടുക്കുന്നുണ്ട്, സിക്കിം 10,000 രൂപ കൊടുക്കുന്നുണ്ട്, വേറെ ചില സംസ്ഥാനങ്ങൾ കൊടുക്കുന്നുണ്ട് നല്ല രീതിയിൽ. പക്ഷേ ചില സംസ്ഥാനങ്ങളിൽ മോശമാണ്, താങ്കൾ പറയുന്നത് ഞാൻ അംഗീകരിക്കുന്നു. അത് വർദ്ധിപ്പിക്കണം. അത് വർദ്ധിപ്പിച്ചിട്ട് എല്ലാ സംസ്ഥാനത്തും ഒരേപോലെ കൊടുക്കാൻ സാധ്യമല്ല. കാരണം ഓരോ സംസ്ഥാനത്തെ ജീവിത വില സൂചികയ്ക്കനുസരിച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും നിശ്ചയിക്കുന്നത്. തൊഴിലുറപ്പ് പദ്ധതിക്ക് വരെ കേരളമല്ല 1-ാം സ്ഥാനത്ത്, ഹരിയാനയാണ് 1-ാം സ്ഥാനത്ത്. ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലുറപ്പ് വേതനം കൊടുക്കുന്ന സംസ്ഥാനം. അവിടുത്തെ ജീവിത വില സൂചികയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വലുത് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ സംസ്ഥാനത്തിൻ്റെയും ജീവിത വില സൂചിക അനുസരിച്ച് നമുക്ക് പരിഷ്കരിക്കണം. ഇത് കൂടുതൽ കൊടുക്കണം, പെൻഷൻ ആനുകൂല്യങ്ങൾ കൊടുക്കണം, അവർക്ക് റിട്ടയർമെൻറ്റ് സമയത്ത് ഒരു ബെനിഫിറ്റ് കൊടുക്കണം, ഇതൊക്കെ നടക്കണം. പക്ഷേ ഇത് സംസ്ഥാനവും കേന്ദ്രവും കൂടി, അതായത് സംസ്ഥാനമെന്ന് ഉദ്ദേശിച്ച കേരളം മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും. കാരണം എന്താ അറിയോ, ഇതിൻ്റെ 60% അവർ 40% അവർ കൊടുക്കേണ്ടി വരും. കേന്ദ്ര സർക്കാർ അങ്ങോട്ട് കുത്തനെ കൂട്ടിയാൽ അതിൻ്റെ 40 ഇവർ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് ഈ കേന്ദ്രത്തിന്റെ 2000 എന്ന് പറയുന്നത് അത് ഈ കേന്ദ്രത്തിന്റെ 60% മൊത്തം മാത്രമല്ല NHMന്റെ മൊത്തം ഫണ്ട് അലോക്കേഷനാണ് ഈ 60-40 എന്ന അനുപാതത്തിൽ വരുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ബേസിക് കൺസെപ്റ്റ് തന്നെ, കേന്ദ്ര സർക്കാരിന് ആശാ പദ്ധതിയെ കുറിച്ചുള്ള നിലപാട് എന്താണ്? മുമ്പും ഇപ്പോഴും ആശാ വർക്കേഴ്സ് എന്ന് പറയുന്നത് കമ്മ്യൂണിറ്റി ഹെൽത്ത് വോളണ്ടിയേഴ്സ് ആണ് ആൻഡ് എൻടൈറ്റിൽഡ് ടു ടാസ്ക് ആക്ടിവിറ്റി ബേസ്ഡ് ഇൻസെന്റീവ്സ്. അപ്പോൾ ഓരോ ടാസ്കിന് ഓരോ ഉത്തരവാദിത്വം അനുസരിച്ചുള്ള ഇൻസെന്റീവ് കൊടുക്കേണ്ട വോളണ്ടിയേഴ്സ് ആണ് എന്നുള്ളതാണ് ആശാ വർക്കർമാരെ കുറിച്ചുള്ള സങ്കല്പം അല്ലെങ്കിൽ കൺസെപ്റ്റ്. ഇപ്പോൾ ഇവിടെ തൊഴിലാളി സംഘടനകൾ ആവശ്യപ്പെടുന്നത് എന്താ? മിനിമം വേജ് എന്ന് പറയുമ്പോൾ അവരെ തൊഴിലാളികളായി പരിഗണിക്കണം. തൊഴിലാളികളായി പരിഗണിച്ചുകൊണ്ട് തൊഴിലാളികൾക്ക് കൊടുക്കേണ്ട മിനിമം വേജ്, റിട്ടയർമെന്റ് ആനുകൂല്യങ്ങൾ, പ്രസവാവധി, ഗ്രാറ്റുവിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വേണം. അതായത് ഒരു തൊഴിൽ സമൂഹമായി ആശമാരെ പരിഗണിക്കണം എന്നുള്ളതാണ് പ്രശ്നം. അങ്ങനെ ഒരു തൊഴിൽ സമൂഹമായി പരിഗണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അല്ല, അങ്ങനെ പരിഗണിക്കാൻ കേന്ദ്രവും സംസ്ഥാനവും തയ്യാറാവണം. ഒരു കൂട്ടർ മാത്രം തയ്യാറായിട്ട് കാര്യമല്ല. അഭിലാഷിന് ഓർമ്മയുണ്ടാവും,
ഈ ED പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു. അതായത് ടെമ്പററി ജീവനക്കാർ നടത്തിയ പോസ്റ്റ് ഓഫീസ്. അവർക്ക് 1000 രൂപയും 2000 രൂപയൊക്കെ ആയിരുന്നു ശമ്പളം. അതിൽ നിന്നും സ്റ്റേഷനറി ഐറ്റംസ് അവർ പൈസ കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. 1998 വാജ്പേയി സർക്കാരിൻ്റെ കാലത്താണ് ശ്രീമതി സുഷമ സ്വരാജ് ഇൻഫർമേഷൻ ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയപ്പോഴാണ് അത് വർദ്ധിപ്പിച്ചിട്ട് അത് മാന്യമായൊരു തുക എത്തിയത്. ഇപ്പോൾ അത് വളരെയധികം വർദ്ധിച്ചു. അവർക്ക് സ്റ്റേഷനറി സാധനങ്ങൾ വാങ്ങാൻ അലവൻസ് വന്നു, പലതും വന്നു. അപ്പോൾ അതേപോലെ കാലാനുസൃതമായ ഒരു മാറ്റം വരുത്തണം. പക്ഷെ അങ്ങനെ വരുത്തുന്ന സമയത്ത് അതിൻ്റെ ബാധ്യത കേന്ദ്രത്തിന് മാത്രമായിരിക്കില്ല, സംസ്ഥാനത്തിനും വരും. അപ്പോൾ ഇതെന്താണ് ചാടിക്കേറി ഞങ്ങളങ്ങ് കൂട്ടാം എന്ന് തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ കൊടുത്തതിൻ്റെ പ്രശ്നമാണിത്. സത്യത്തിൽ ഇത് കേന്ദ്രവും വിവിധ സംസ്ഥാനങ്ങളും കൂടി ചർച്ച ചെയ്തിട്ട് ഒരു ഏക അഭിപ്രായത്തിൽ എത്തിയിട്ട് വേണം ഇത് വർദ്ധിപ്പിക്കാൻ. ഏതെങ്കിലും ഒരു സംസ്ഥാനം ചാടിക്കേരി പറഞ്ഞാൽ അവർ കീശേന്ന് എടുത്ത് കൊടുക്കേണ്ടി വരും. ആന്ധ്രാപ്രദേശ് പറഞ്ഞു ഞങ്ങൾ 8000 രൂപയാക്കും, കേന്ദ്രത്തിൻ്റെ 2 ഒപ്പം 8 കൊടുത്ത് 10 ആക്കുന്നു. അവർ തർക്കിക്കാനോ സമരം ചെയ്യാനോ ബഹളം വെക്കാനോ നിയമസഭയിൽ പ്രമേയം പാസ്സാക്കാനൊന്നും മെനക്കെട്ടില്ല. അവർ 8000 കൊടുത്തു, ഇപ്പോൾ 10,000 കിട്ടുന്നുണ്ട്. അവരെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായിരുന്നു, അവർ നടപ്പിലാക്കി. ഇവർ നടപ്പിലാക്കിയില്ല. ഇനി കേന്ദ്രത്തെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? അപ്പോൾ ഇത് രണ്ടു കൂട്ടരും സഹിക്കേണ്ട ഒരു ബാധ്യതയാണ്. 60-40 തോതിൽ അത് രണ്ടു കൂട്ടരും തയ്യാറാവണം. ശരി, അല്ല അത് ഓക്കെ.